പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 ഹ്യൂമാനിറ്റീസിൻ്റെ ഹിസ്റ്ററിയുടെ 3ാമത്തെ ചാപ്റ്റർ ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ്. പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായി എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ തുടർന്നുള്ള ബാച്ചിലൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പറും മോഡലും മാറ്റുന്നുണ്ട്. സിലബസും ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. MCQ ക്വസ്റ്റ്യൻസ് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ ചാപ്റ്ററിന്റെയും ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആണെന്ന് പഠിപ്പിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻസിന് 1 മാർക്കാണ്, ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ്, ടോട്ടലി 20 മാർക്കാണ്. അപ്പോൾ അത് എങ്ങനെ എളുപ്പത്തിലാകാം എന്നുള്ളതാണ് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്യുക. പിന്നെ വരുന്ന 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് തുടങ്ങുന്നത് 3ാമത്തെ ചാപ്റ്ററാണ്. ഹിസ്റ്ററിയിലെ ആദ്യത്തെ 2 ചാപ്റ്റർ പബ്ലിക് എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ട് 3ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൻ്റെ 2 മാർക്കും 3 മാർക്കും 5 മാർക്കും ഞാൻ വേറെ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ 2 വീഡിയോയിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഹു ഡിസ്കവേർഡ് മോഹൻജദാരോ? ആരാണ് മോഹൻജദാരോ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. ആൻസർ RD ബാനർജി എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഹാരപ്പ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ബാങ്ക് ഓഫ് വിച്ച് റിവർ ആണ്? ഏത് നദിയുടെ അടുത്താണ് ഇത് വരുന്നത്? ഹാരപ്പ വരുന്നത് രവി എന്ന് പറയുന്ന നദിയാണ് അവിടെ. മൂന്നാമത്തത്, സൈറ്റാഡൽ ഇൻ ഹാരപ്പൻ ടൗൺ വാസ് നോർമൽ ലൊക്കേറ്റഡ് വിച്ച് ഡയറക്ടർ? ഹാരപ്പൻ ടൗണ് ഏത് ഡയറക്ഷനിലേക്കായിട്ടാണ് വരുന്നത്? വെസ്റ്റേൺ ആണ് ആൻസർ. 4ാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ബ്രിക്സ് വെർ യൂസ്ഡ് ഓഫ് ബിൽഡിംഗ് ദ ഹൗസസ് ആണ്? അന്നത്തെ കാലത്ത് ഹാരപ്പൻ സംസ്കാര കാലത്ത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ബ്രിക്സ് ഏത് കട്ടകളാണ് ഉപയോഗിച്ചത്? ബേൺഡ് ബ്രിക്സ് ആണ്. ബേൺഡ് എന്ന് പറഞ്ഞാൽ ചൂടാക്കിയ കട്ടകളാണ് ഉപയോഗിച്ചത്. അടുത്ത, വേർ വാസ് ദ ഗ്രേറ്റ് പാത്ത്? ആരാണ് ഗ്രേറ്റ് പാത്ത് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, മോഹൻജദാരോ. ആൻസർ മോഹൻജദാരോയാണ്. ആരല്ല, എവിടെയാണ് ഗ്രേറ്റ് പാത്ത് കണ്ടുപിടിച്ചത്? ആൻസർ മോഹൻജദാരോ. 6ാമത്തെ ചോദ്യം, നെയിം ദി മേജർ സ്ട്രക്ചർ ഫൗണ്ട് അറ്റ് ലോഥലാണ്. അല്ലേ, ഈ ലോഥൽ ഏത് സ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്? ഡോക്യാർഡ്. ഡോക്യാർഡ് എന്ന് പറഞ്ഞാൽ ഈ പണ്ടകശാലയ്ക്കാണ് വരുന്നത്. അടുത്ത ചോദ്യം 7ാമത്തെ, ഹാരപ്പൻ സൊസൈറ്റി ഈസ് ബിലീവ്ഡ് ടു ബി ഡേഷ് സൊസൈറ്റിയാണ്? ഹാരപ്പൻ സൊസൈറ്റി എന്ന് പറയുന്നത് വിശ്വസിച്ചിരിക്കുന്നത് ഏത് സൊസൈറ്റിയാണ്? മാട്രിയാർക്കൽ എന്നാണ് എൻ്റെ ആൻസർ. മാട്രിയാർക്കൽ സൊസൈറ്റിയാണ് വരുന്നത്. പിന്നെ വേർ ദി വർക്ക്മാൻ ക്വാർട്ടേഴ്സ് ഡിസ്കവേർഡ് എന്ന്? എവിടെയാണ് വർക്ക്മാൻ ക്വാർട്ടർ കണ്ടുപിടിച്ചത്? ഹാരപ്പയിലാണ്. 9ാമത്തെ ചോദ്യം, ഹാരപ്പൻ യൂസ്ഡ് ക്ലോത്ത് മെയ്ഡ് ഓഫ് വിച്ച് മെറ്റീരിയൽ? ഹാരപ്പക്കാര് വസ്ത്രനിർമ്മാണത്തിന് ഏത് ക്ലോത്താണ് ഉപയോഗിച്ചത്? കോട്ടൺ, വൂള്. അല്ലേ, കോട്ടൺ വസ്ത്രം, അത് വൂള് എന്നാണ് ചെമ്മരിയാടിന്റെ ഒക്കെ തൂല് കൊണ്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത് 10ാമത്തേത്, ഫ്രം വേർ ഹാസ് ദി ഫേമസ് പശുപതി സീൽ? എവിടെയാണ് പശുപതി സീല് കണ്ടുപിടിച്ചത്? ആൻസർ മോഹൻജദാരോ. 11ാമത്തെ, വിച്ച് ട്രീസ് ഓഫ്റ്റർ റെപ്രസെന്റഡ് ഓൺ ദി ഹാരപ്പൻ? ഹാരപ്പൻ സീലിന് വേണ്ടി ഏത് മരമാണ് ഉപയോഗിച്ചത്? പൈപ്പൽ മരമാണ് ഉപയോഗിച്ചത്. അടുത്തത് 12ാമത്തെ ചോദ്യം, ഇഫ് ദർ എനി എവിഡൻസ് ഓഫ് ഫയർ വർഷിപ്പ്? എവിടെയെങ്കിലും എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ വർഷിപ്പ് ആരാധനയെ കുറിച്ചിട്ട്? ആൻസർ യെസ് ആണ്. ഏത് സ്ഥലത്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആൻസർ കാലിബംഗന്, ലോഥൽ. അപ്പൊ ഇങ്ങനെയുള്ള 1 വേർഡിന്റെ ആൻസർ പരമാവധി ഇംഗ്ലീഷിൽ എഴുതാൻ. ഏതെങ്കിലും വ്യക്തിക്ക് മലയാളത്തിൽ കിട്ടുന്നെങ്കിൽ മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് മാർക്ക് നഷ്ടമാവില്ല. ഓക്കെ,
പിന്നെ ബ്രാക്കറ്റിൽ തരുന്ന ആൻസർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത്. ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. NISന്റെ SSLC +2 കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ എടുക്കുന്ന നമ്മുടെ സെൻറ്ററിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ 1 മാസം കൊണ്ട് SSLC +2, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള സ്കീമുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സും എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഗൈഡുകളും അസൈൻമെൻറ്റുകളും ടെക്സ്റ്റ് ബുക്കുകളും പ്രാക്ടിക്കൽ റെക്കോർഡുകളും എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗൾഫിലുള്ള മലയാളികൾക്ക് ക്ലാസ്സുകളും അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.